പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ മനുഷ്യ മക്കളോട് കൂടെ എപ്പോഴും ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന സർവശക്തനും സർവാധിപനുമായ കർത്താവാണല്ലോ അവിടുന്ന്. അതും വലിയൊരു അധികാരിയെ പോലെയല്ല, വലിയ രാജാവിനെ പോലെയല്ല, വലിയ ചക്രവർത്തിയെ പോലെയല്ല. എളിയവനായി, കാരുണ്യവാനായി, സ്നേഹം തന്നെയായി ഞങ്ങൾക്ക് ജീവൻ തരാൻ, ഞങ്ങൾക്ക് സൗഖ്യം തരാൻ, ഞങ്ങൾക്ക് സമാധാനം തരാൻ ഏറ്റവും എളിമയുള്ളവനായി കാലിത്തൊഴുത്തിൽ ജനിച്ച് കർത്താവേ, അങ്ങ് ഞങ്ങളെ പോലെ ഏറ്റവും ദരിദ്രനായി, ഏറ്റവും സഹിച്ച്, ഏറ്റവും കൂടുതൽ മുറിവേറ്റ്, ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് ഏറ്റെടുത്ത്, പരിഹസിക്കപ്പെട്ട്, തിരസ്കരിക്കപ്പെട്ട് ഈശോയെ അങ്ങ് ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നു. ദിവ്യകാരുണ്യമായി ഈശോയെ, ഇന്നും അങ്ങ് പരിഹസിക്കപ്പെടുന്നു, ഇന്നും അങ്ങ് അവഗണിക്കപ്പെടുന്നു, ഇന്നും അങ്ങയെ തള്ളിപ്പറയുന്നു, ഇന്നും അങ്ങയെ കുത്തി മുറിവേൽപ്പിക്കുന്നു ഈശോ. എന്നിട്ടും ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങളോട് വീണ്ടും വീണ്ടും കരുണ കാണിച്ചുകൊണ്ട് ഞങ്ങളെ അങ്ങയുടെ കരുണയിലേക്ക്, അങ്ങയുടെ സ്നേഹത്തിലേക്ക്, അങ്ങ് നൽകുന്ന ജീവനിലേക്ക്, അങ്ങയിലേക്ക് തന്നെ അങ്ങ് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നല്ലോ. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ക്രിസ്മസിന്റെ ഉന്നതമായ ചൈതന്യത്തിൽ ഈ ഡിസംബർ 24 കർത്താവെ, അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ നിന്ദിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയെ വന്ദിക്കുന്നു, അങ്ങയെ തിരസ്കരിച്ചവർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയെ ചേർത്ത് പിടിക്കുന്നു. കർത്താവെ, അങ്ങയെ ബഹുമാനിക്കാത്തവർക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയെ ബഹുമാനിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങൾ തന്നെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. സ്വയം നന്ദി, സ്വയം ആരാധന, സ്വയം മഹത്വം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഡിസംബർ 24 ദിവ്യകാരുണ്യ ഈശോയുടെ കൂടെ ആയിരുന്നു കൊണ്ട് ക്രിസ്മസിന് ഏറ്റവും അടുത്ത് ഒരുങ്ങാനായിട്ട് കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കണം. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഷയം മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തില് വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരുടെ ഒരു ഉപമ കർത്താവ് പറയുന്നു. ഒരു രാജാവ് ഒരു വലിയ വിരുന്നൊരുക്കി, എന്നിട്ട് തന്റെ കൊഴുത്ത കാളുകളെയും ഒത്തിരിയേറെ വിഭവസമർത്ഥമായ ഭക്ഷണമൊരുക്കി ഇതാ ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ വേണ്ടി തന്റെ ദാസന്മാരേക്ക്. എന്നാല് അവര് പല പല കാര്യങ്ങൾ പറഞ്ഞ്, ഒരാള് വയലിലേക്ക് പോയി, ഒരാള് ബിസിനസ് ചെയ്യാൻ പോയി, ഒരാള് വിവാഹം കഴിഞ്ഞോളൂ എന്ന് പറഞ്ഞ് എല്ലാവരും ഒഴികഴിവ് പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ നമുക്കറിയാം. രാജാവിന്റെ വേദന. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഇതുപോലെ ക്രിസ്മസ് എന്ന് പറയുന്ന ഈ വലിയ സന്ദേശം പിതാവായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു മഹാവിരുന്ന്, ഒരു മനുഷ്യന് നിർണയിക്കാൻ പറ്റാത്ത തന്റെ ഏകജാതനെ തന്നെ നൽകിക്കൊണ്ട്, ഏകജാതന് ഒരപ്പമായിട്ട്, മഹാവിരുന്നിന്റെ വിഭവമായിട്ട് ജീവൻ നൽകുന്ന, സൗഖ്യം നൽകുന്ന, രക്ഷ നൽകുന്ന, സമാധാനം നൽകുന്ന, എല്ലാം നൽകുന്ന എല്ലാ വിഭവങ്ങളും നിറച്ചു വെച്ചുകൊണ്ടാണ് ഈശോയെ നമുക്ക് അപ്പത്തിന്റെ ഭവനമാകുന്ന ബെത്ലഹേമില്, കാലികൾക്ക് തീറ്റ കൊടുക്കുന്ന പുൽത്തൊട്ടിയില് അപ്പമാകേണ്ടവൻ അപ്പമായിട്ട് നമുക്ക് നൽകിക്കൊണ്ട് ഇതാ മഹാവിരുന്നിലേക്ക് നമ്മെ ക്ഷണിക്കാം. എന്നാല് ആ വിരുന്ന് ഉപേക്ഷിക്കുന്നവര്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാഗ്യം രാജാവിന്റെ വിരുന്നിന്. അത് ലോകത്തിന്റെ രാജാവല്ല, രാജാതിരാജൻ, സർവാധി ശക്തൻ, എല്ലാത്തിനെയും അതിനാഥൻ, എല്ലാത്തിനേക്കാളും ഉപരിയായവൻ, അത്യുന്നതൻ. ഈ കർത്താവിന്റെ മഹാവിരുന്ന് എന്ന് പറഞ്ഞത് ഈ കർത്താവ് തന്നെയാണ്. മറ്റു കാളക്കുട്ടിയോ ആടോ മറ്റു വിഭവങ്ങളല്ല, എല്ലാത്തിന്റെയും ഉടയവനാകുന്ന സർവശക്തനായ, ജീവൻ നൽകാൻ, ജീവന്റെ സാമർഥ്യം നൽകാൻ എല്ലാം നൽകുന്ന, അതിനുവേണ്ടി തന്നെ തന്നെ നൽകുന്ന മഹാവിരുന്ന്. നിങ്ങൾക്കിത് എങ്ങനെ മനസ്സിലാവണമെന്ന് എനിക്കറിയില്ല മക്കളെ. ഇത് ഇത്രയും വലിയൊരു വിരുന്ന് നമുക്ക് കർത്താവ് ഒരുക്കി തന്നേക്കാം.
ഈ കർത്താവിനെ സ്വീകരിക്കാൻ ഇന്ന് ആ വിരുന്ന് തിരസ്കരിക്കുന്നവരല്ലേ നമ്മളൊക്കെ? എത്രയോ ക്രിസ്മസ് ആഘോഷിച്ചു, എത്രയോ കർത്താവിന്റെ കരുണ അനുഭവിക്കാൻ പറ്റി. ഈ മഹാവിരുന്ന് സ്വന്തമാക്കാൻ പറ്റാതെ വ്യാപാരത്തിന് പോണവര്, ഒത്തിരിയേറെ കച്ചവടത്തിന് പോകുന്നു, വയലിലേക്ക് പോകുന്നു. ലോകത്തിന്റെ കാര്യങ്ങൾ, ഭൗതികത, വിവാഹം, ജോലി, വിദേശ രാജ്യം, ബിസിനസ്, ജടിക സുഖങ്ങള്, നോമ്പ് വീട്ടുന്ന മദ്യപാനം, ഒത്തിരി തീറ്റ, കുടി, ആഘോഷം. മഹാവിരുന്ന് നമ്മൾ ക്രിസ്മസിന് ഒരുക്കും. മിക്കവാറും എല്ലാ വീട്ടിലും എല്ലാ മൃഗങ്ങളും മത്സ്യങ്ങളൊക്കെ ഉണ്ടാവും. ഭയങ്കര ആഘോഷമായിരിക്കും. ബാഹ്യമായ വിരുന്ന്, ഭക്ഷണം കഴിക്കാൻ എല്ലാവരും മത്സരിക്കാം. ക്രിസ്മസ് ആഘോഷിക്കാൻ ആ തോരണം, ആ ബൾബ്, ആ ക്രിസ്മസ് ട്രീ, എന്തെല്ലാം ആഘോഷങ്ങൾ. ഭയങ്കരമായിട്ടുള്ള ലോകത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് യഥാർത്ഥമായ വിരുന്ന് ക്ഷണിക്കപ്പെട്ടവര് പല പല കാര്യങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. നോമ്പ് വീട്ടുന്ന മദ്യപാനവും, ഇവരൊക്കെ വിരുന്ന് വേണ്ട, ഈ കർത്താവിന് വേണ്ട. ദൈവം തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ഈ മഹാവിരുന്ന് ഇതെന്റെ ശരീരമാണ് മക്കളെ, ഇത് വാങ്ങി ഭക്ഷിക്ക്, ഞാൻ കൂടെ വരാം, എന്നെ ഭക്ഷിക്ക്, എന്നെ സ്വന്തമാക്ക്, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാൻ, ജീവന്റെ സമൃദ്ധി ഉണ്ടാകാനാ. ഇതെല്ലാം മക്കൾ ഇവിടെ എല്ലാം ഉണ്ട്. സമാധാനം, സൗഖ്യം, സന്തോഷം, ശക്തി, വിശുദ്ധി, കരുത്ത്, അഭിഷേകം, എല്ലാ വിഭവങ്ങളും ഈ വിരുന്നിലുണ്ട്. ഈ വിരുന്നാണ്, ഈ ദിവ്യകാരുണ്യ വിരുന്നാണ് മക്കളെ ഏറ്റവും വലിയ വിരുന്ന്. ആ മഹാവിരുന്നിന് വിളിക്കപ്പെട്ടിട്ട് അത് സ്വീകരിക്കാത്ത മക്കള്, നമ്മുടെ യുവമക്കള്, നമ്മുടെ കുഞ്ഞുമക്കള്, നമ്മുടെ വൈദികര്, നമ്മുടെ സന്യസ്തര്, നമ്മുടെ അഭിമന്യരായിട്ടുള്ള നേതാക്കന്മാര്, പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വിരുന്ന് വേണ്ടെന്ന് പറഞ്ഞ് ബാഹ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി, ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യർ. ഇന്നലത്തെ നമ്മുടെ സന്ദേശം, പ്രിയപ്പെട്ട മക്കളെ, മക്കൾ രക്ഷപ്പെടാൻ ഒറ്റ വഴി എന്ന് പറഞ്ഞു. ഇന്നലെ അപ്ലോഡ് ചെയ്തപ്പോ എന്തോ ടെക്നിക്കൽ ഫൗള് പറ്റി, പിശാചിന് ഇഷ്ടപ്പെടാത്തൊരു ടോക്ക. അതുകൊണ്ട് അനേകം പേർ കാണാൻ പറ്റിയിട്ടില്ല. സാധിക്കുന്ന എല്ലാവരും യൂട്യൂബില് ഇന്നലത്തെ ടോക്ക്, ഈ ഒരുക്കത്തിന്റെ ഈ ശുശ്രൂഷയില് നിങ്ങൾ കേൾക്കണം മക്കളെ. രക്ഷപ്പെടാൻ വഴിയുള്ളൂ. ആ വഴിയാകുന്ന യേശുവാകുന്ന ജീവനാകുന്ന കൃപാദാതാവിന് കൃപയെ സ്വന്തമാക്കി ജീവിക്കാതെ പോയാൽ ജഡത്തിന്റെ വ്യാപാരങ്ങള്, അതിന്റെ സുഖം, അതിന്റെ സന്തോഷം, അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു പല കാര്യങ്ങൾ, യഥാർത്ഥമായി വിരുന്നാഘോഷം നഷ്ടപ്പെട്ടു പോകും. നമ്മൾ ഭാഗ്യപ്പെട്ട മക്കളെ, മഹാരാജാവിന്റെ എല്ലാം നൽകുന്ന എല്ലാ വിഭവങ്ങളും നിറച്ചു വച്ചിരിക്കുന്ന മഹാവിരുന്ന് ക്ഷണിക്കപ്പെട്ടവർ. അതല്ലേ ലത്തീൻ കുർബാന പറയും, കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതർ. പ്രിയപ്പെട്ടവരെ, കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരാ നമ്മൾ. ആ ഒരു വിരുന്ന് വേണ്ടെന്ന് പറഞ്ഞ് പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി ഞായറാഴ്ച പോലും പള്ളി പോയില്ല. ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കും, കുർബാനയും കൃപം, എന്താ പറയാ, കരോളും എല്ലാം ആഘോഷിക്കും. പക്ഷെ വിരുന്നാകുന്ന യേശുവിനെ നഷ്ടപ്പെട്ടു പോകാല്ലേ നമുക്ക്? ആഘോഷങ്ങൾക്കിടയിൽ എല്ലാത്തിനെ പിന്നാലെ പോകുമ്പോ യഥാർത്ഥമായി വിരുന്ന് നഷ്ടപ്പെടുന്ന ഒരു ഗതികെട്ട ദുരന്തം നമുക്കൊക്കെ സംജാതമാകാറില്ലേ? അതുകൊണ്ട് മക്കളെ, ഈ ക്രിസ്മസ് അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. മാത്രമല്ല, നമ്മുടെ മക്കള് ഈ മഹാവിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരാ. നമ്മുടെ കുഞ്ഞുമക്കള്, യുവമക്കള്. എന്നാൽ കർത്താവിനെ വിട്ട്, യഥാർത്ഥമായി വിരുന്നാകുന്ന യേശുവിനെ വിട്ട്, ജീവന്റെ സമൃദ്ധിയാകുന്ന മഹാവിരുന്നിന് വിഭവങ്ങൾ നൽകുന്ന കർത്താവിനെ വിട്ട് മറ്റു പലതിന്റെ പിന്നാലെ, വിദ്യാഭ്യാസത്തിന്റെ പിന്നാലെ, ജോലിയുടെ പിന്നാലെ, വിദേശ രാജ്യത്തിന്റെ പിന്നാലെ, പരീക്ഷകളുടെ ഒക്കെ പൊക്കോ. പക്ഷേ മഹാവിരുന്ന് നഷ്ടപ്പെടുത്തിയിട്ട് പോകരുത്. വിരുന്നാഘോഷിക്ക്, ആ വിഭവങ്ങൾ സ്വീകരിക്ക്, എന്നിട്ട് നമുക്ക് ആഘോഷിക്കാം. ജീവിതം തന്നെ ഈ മഹാവിരുന്നിന്റെ വിഭവ സമർത്ഥമായ ജീവന സമൃദ്ധിയിൽ നിന്ന് ആഘോഷിക്കാനുള്ള ഭാഗ്യം കിട്ടിയവർ നമ്മൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മഹാവിരുന്ന് നഷ്ടപ്പെടുത്തിയ മക്കൾ അവരാണ് നമ്മളൊക്കെ. നമ്മുടെ വൈദികരും, നമ്മുടെ സഭയും, നമ്മുടെ സന്യാസരും, നമ്മുടെ കുടുംബങ്ങളും, നമ്മുടെ യുവമക്കളും, നമ്മുടെ ദമ്പതിമാരും, നമ്മുടെ കുഞ്ഞുമക്കളും ഈ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരായിട്ടുള്ള നമ്മൾ ആ വിരുന്ന് സ്വീകരിച്ച് അതിലൂടെ ലഭിക്കുന്ന കരുത്തും ആ ഭക്ഷണവും
ആ ജീവനും എല്ലാം ഉണ്ടതിൽ. വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് മതിയാവുന്നില്ല അച്ഛൻ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല മക്കളെ. ഇതാണ് സത്യം വിരുന്ന്. ഈ ദിവ്യകാരുണ്യ ഈശോ, നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം മക്കളെ. കർത്താവേ, അങ്ങ് അങ്ങയെ തന്നെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി മഹാവിരുന്നൊരുക്കി എല്ലാത്തിനും മതിയായ സമാധാനവും സന്തോഷവും വിശപ്പും എല്ലാം ശമിപ്പിക്കുന്ന മഹാവിരുന്നായിട്ട് അങ്ങ് ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ സ്വന്തമാക്കിക്കൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് അങ്ങയെ തന്നെ തന്നു. ഞങ്ങളങ്ങ് സ്വന്തമാക്കി. ഞങ്ങളെ അങ്ങേക്ക് നേടിയെടുക്കാൻ വേണ്ടി അങ്ങ് ഞങ്ങളിൽ വന്ന് വസിച്ചു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മഹാവിരുന്നായിട്ട് മാറി. ഈശോയെ, ആ മഹാവിരുന്നിന്റെ തിരുനാളാണ് ക്രിസ്മസ്. സകല ജനപദങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷയുടെ സത്വാർത്ത, എല്ലാ പാപത്തും മോചിപ്പിക്കുന്ന, ജീവൻ നൽകുന്ന, മനുഷ്യന് എന്തൊക്കെ വേണോ അതെല്ലാം നൽകുന്ന മഹാവിരുന്നായിട്ട് അങ്ങ് ഉൾത്തൊട്ടിയിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയെ തന്നെ കിടത്തിയില്ല. കർത്താവ്, അങ്ങയെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ, ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ, ലോകം മുഴുവനും ഇടയാകട്ടെ. അങ്ങ് വിളിച്ച മക്കൾക്ക് പ്രത്യേകം ചൈതന്യത്തോടെ വിരുന്നാഘോഷിക്കാൻ ഇടയാകട്ടെ. മറ്റു പല ഒഴിക്കഴിവുകൾ പറഞ്ഞ് വിരുന്നാഘോഷിക്കാൻ മടി കാണിക്കാതെ, ആ വിരുന്നിലേക്ക് കടന്നു വരാതെ സ്വയെ വിരുന്നാഘോഷിക്കാൻ, അങ്ങയെ സ്വന്തമാക്കാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദിവ്യാന സന്നദ്ധയിൽ കർത്താവിന്റെ മഹാവിരുന്നിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് ഈശോ നൽകുന്ന വലിയ കരുണ, ആ മഹാവിരുന്ന് സ്വന്തമാക്കാൻ നമ്മുടെ മക്കൾക്കിടയാകട്ടെ, നമ്മുടെ കുടുംബങ്ങൾക്കിടയാകട്ടെ, വൈദികർക്ക്, സന്യസ്തർക്കും, അഭിവന്ദ പിതാക്കന്മാർക്കും എല്ലാം ഇടയാകട്ടെ. മക്കളെ, നമുക്ക് ഒരുമിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഈ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരാണ് നമ്മൾ. പ്രാർത്ഥനയോടെ നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ മക്കളെയൊക്കെ ഈ ദിവ്യകാരുണ്യ സന്നദ്ധിയിൽ ഈ മഹാവിരുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, എല്ലാത്തിനും മതിയായ വിരുന്നാണിത്. കർത്താവിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും കർത്താവിന്റെ വിരുന്നിലേക്ക് കടന്നു വരാൻ മടി കാണിക്കാതെ, ഒഴികഴിവ് പറഞ്ഞ് മാറിപ്പോകാതെ കുഞ്ഞാടിന്റെ വിരുന്നിലേക്ക് ഓടി വരുവാൻ ഇടയാകട്ടെ. നമുക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. ആശീർവാദത്തിന് മുമ്പ് നമ്മുടെ ഈ പ്രാർത്ഥനകളൊക്കെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാളെ 25-ാം തീയതി ക്രിസ്മസ് ഏറ്റവും യോഗ്യതയോടെ ആഘോഷിക്കാനും വിരുന്ന് ആസ്വദിക്കാനൊക്കെ വേണ്ടി കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി, സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ സ്വീകരിച്ചുകൊണ്ട് ഈശോ ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക് കടന്നു വരാൻ കർത്താവേ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയെ സ്വീകരിച്ച് ഈശോയാകുന്ന വിരുന്ന് സ്വന്തമാക്കാൻ മനസ്സ് നൽകി, ഒരു താല്പര്യം നൽകി. കർത്താവേ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം മക്കളെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസിന്റെ ക്രിസ്മസിന്റെ തലേന്നാൾ ആശംസിക്കുകയാണ്. വലിയ പ്രാർത്ഥനയോടെ കർത്താവ് നൽകുന്ന ക്രിസ്തുമസിന്റെ ആ വലിയ വിരുന്ന് ആഘോഷിക്കാൻ, കർത്താവിനെ സ്വന്തമാക്കി കർത്താവിൽ വസിക്കാൻ നമുക്കിടയാകട്ടെ. നമ്മുടെ മക്കൾ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന മക്കളായി വിരുന്ന് ഒഴിക്കഴിവ് പറഞ്ഞ് ഒഴിഞ്ഞു മാറിപ്പോകാതെ വിരുന്നിലേക്ക് വരാൻ നമ്മുടെ മക്കൾക്കിടയാകട്ടെ. അത് മതി. നമ്മുടെ മക്കൾക്ക് വേണ്ട വിഭവങ്ങളൊക്കെ ഈശോ തരും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മക്കള് ഈ ലോകത്തിന്റെ വിരുന്നിന്റെ പിന്നാലെ, ഈ ലോകത്തിന്റെ സുഖഭോഗത്തിന്റെ പിന്നാലെ, ഈ ലോകത്തിന്റെ ലഹരിയുടെ പിന്നാലെ, ഈ ലോകത്തിന്റെ കൂട്ടുകെട്ടിന്റെ പിന്നാലെ, ഈ ലോകത്തിന്റെ സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും സമ്പത്തിന്റെയും ലോകാരൂപിയുടെ പിന്നാലെ നമ്മുടെ മക്കൾ പോവില്ല. ഈ വിരുന്നിൽ നിന്ന് സന്തോഷവും സംതൃപ്തിയും സ്വീകരിച്ച് വിശുദ്ധിയില്, പഠനത്തില്, ജോലിയില്, ബിസിനസ്സില്, കൃപയിൽ നമ്മുടെ മക്കൾ എല്ലാവരും സത്യമായും അനുഗ്രഹിക്കപ്പെടും.
ഒരു സംശയമില്ല. പ്രാർത്ഥിക മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി അനുഗ്രഹിക്കട്ടെ.